നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കായിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ സായാഹ്ന ധർണ. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് BSc ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 4ാം റാങ്ക് നേടിയ നാട്ടിക സ്വദേശിനി അനുവിനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആദരം. വിശദമായ വാർത്തകളിലേക്ക്. കായിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും മന്ത്രി വി അബ്ദുറഹ്മാൻ. കായിക മേഖലയിൽ ഈ വർഷം തന്നെ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചാടൂർ ഗ്രാമപഞ്ചായത്തിലെ EMS സ്മാരക മിനി ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചാടൂർ ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ വളരെയധികം ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് പുതിയ കളിക്കളങ്ങൾ നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഓരോ വലിയ കളിക്കളം 50 കോടി രൂപ ചെലവിലുള്ള ഓരോ വലിയ കളിക്കളങ്ങൾ നിർമ്മിക്കുന്ന നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ്. ഇതിൻ്റെ ഭാഗമായാണ് നമ്മുടെ തൃശ്ശൂർ ടൗണിൽ തന്നെയുള്ള ലാലൂരിലുള്ള പുതിയ ഇൻഡോർ സ്റ്റേഡിയം അടക്കമുള്ള സ്വിമ്മിംഗ് പൂൾ കോംപ്ലക്സ്, ഫുട്ബോൾ സ്റ്റേഡിയം അടക്കമുള്ള വലിയൊരു കായിക സമുച്ചയം തന്നെ അവിടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരികയാണ്. അവിടെ ചെറിയൊരു താമസം നേരിട്ടിട്ടുണ്ട്. അതിന് നമ്മൾ ഏൽപ്പിച്ചൊരു ഏജൻസി, കിഡ്കോ എന്ന പേരുള്ള ഒരു ഏജൻസി, അവരുടെ കയ്യിൽ നിന്ന് വന്ന ചെറിയ വീഴ്ച കൊണ്ടാണ് അവിടെ ആ പ്രവൃത്തി ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും താമസിച്ചിട്ടുള്ളത്. അപ്പോൾ അതും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കുന്നംകുളത്ത് നമ്മുടെ GV രാജ സ്പോർട്സ് സ്കൂള്, അതുമായി ബന്ധപ്പെട്ട വലിയ ട്രാക്ക് ആൻഡ് ഫീൽഡിലുള്ള സംവിധാനം നമ്മൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ പദ്ധതികൾ തൃശ്ശൂർ ജില്ലയിൽ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ നമ്മൾ കളിക്കളം പൂർത്തീകരിക്കുന്ന നടപടികൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നെടുത്താൽ പരിശോധിച്ചാൽ എല്ലാം തന്നെ കായിക മേഖലയ്ക്ക് മേന്മയേൽക്കുന്ന നിരവധി പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കായിക മേഖലയെ കളിയോടൊപ്പം സാമ്പത്തിക മേഖലയാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിലാണ് സർക്കാർ. വിദ്യാഭ്യാസ മേഖലയിൽ കായിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കായികം ഒരു വിഷയമാക്കി സിലബസ് രൂപീകരിക്കും. കൂടാതെ എല്ലാ ജില്ലകളിലും ഒരു പ്രധാന കളിക്കളം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായാണ് ഉയർന്ന നിലവാരത്തോടെ തൃശ്ശൂർ ജില്ലയിൽ ലാലൂരിലും GV രാജ സ്പോർട്സ് സ്കൂളിനുമടക്കം കളിക്കളങ്ങൾ ഒരുങ്ങുന്നത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കായിക മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കളിക്കളങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ജോലി സാധ്യതകൾ കൂടി ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഇതിനായി പഞ്ചായത്ത് ബജറ്റിൽ 2% കായിക പ്രവർത്തനങ്ങൾക്ക് മാത്രമായി മാറ്റിവെച്ചിട്ടുണ്ടെന്നും വരും വർഷത്തിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആസൂത്രണ സമിതി രൂപീകരിച്ച് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2015 മുതൽ 24 വരെയുള്ള കാലയളവിലെ MLA ഫണ്ടിൽ നിന്ന് 2.45 കോടി രൂപ ഉപയോഗിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. ശബ്ദ പ്രതിധ്വനി ഒഴിവാക്കുന്നതിന് ഭിത്തികളിൽ അക്കൗസ്റ്റിക് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. തറ വിട്രിഫൈഡ് ടൈൽ ഉപയോഗിച്ചും കളിസ്ഥലം വുഡൻ ഫ്ലോറിംഗ് ഉപയോഗിച്ചുമാണ് നിർമ്മിതി. ഗ്രീൻ റൂമുകൾ, ടോയ്ലറ്റുകൾ, ഓഫീസ് റൂം ഉൾപ്പെടെയുള്ളവ സജ്ജമാണ്. കായിക മേഖലയ്ക്ക് കരുത്തേകുന്ന ചെറിയ സ്റ്റേഡിയങ്ങൾ ഉയരുന്നതോടെ ഗ്രാമങ്ങളിലെ കായിക താരങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷകളാണ് നൽകുന്നത്. ചാടൂർ അച്യുതമേനോൻ സ്മാരക പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ CC മുകുന്ദൻ MLA അധ്യക്ഷനായി. മുൻ MLA ഗീതാ ഗോപി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ എന്നിവർ മുഖ്യാതിഥികളായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് അമ്പിളി സുനിൽ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിജി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കായിക താരങ്ങളുടെ ജൂഡോ അവതരണവും സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. വിലക്കയറ്റം തടയുക, ജലജീവൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിപ്പൊളിച്ച റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, മിഴിയടച്ച ഹൈമാസ്റ്റ് ലൈറ്റുകൾ കത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്തിക്കാട് നടയിൽ സായാഹ്ന ധർണ നടത്തിയത്.
ധർണ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലും രണ്ട് സർക്കാരുകൾ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ മോഡിയുടെ നേതൃത്വത്തിൽ സംഘപരിവാറിന്റെ ഗവൺമെന്റ് ഭരിക്കുന്നു, ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ട് പോകുന്നു. രണ്ട് ഗവൺമെന്റുകളും കൂടി മത്സരിച്ച് വില കയറ്റുന്ന സംവിധാനത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉൾപ്പെടെ, അത് പെട്രോളും ഡീസലും പാചകവാതക ഗ്യാസും ഉൾപ്പെടെയുള്ള സാധനങ്ങളുടെ വില അനുദിനം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി റസിയ ഹബീബ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 12 ഹൈമാസ്റ്റ് ലൈറ്റുകളും മിഴിയടച്ചിട്ട് വർഷങ്ങൾ പലത് കഴിഞ്ഞിട്ടും പ്രകാശിപ്പിക്കാൻ ആവശ്യമായ നടപടി കൈക്കൊള്ളാതെയും തകർത്ത റോഡുകൾ നേരെയാക്കാതെയും വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ കഴിയാത്തതുമൂലം ഗ്രാമപഞ്ചായത്ത് ഭരണം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും യോഗം കുറ്റപ്പെടുത്തി. മണ്ഡലം പ്രസിഡന്റ് KB രാജീവ്, ഗൗരി ബാബു മോഹൻദാസ്, ഷൈൻ പള്ളിപ്പറമ്പിൽ, ഷീജ ജോൺസൺ, VK മോഹനൻ, അഡ്വക്കേറ്റ് സുരജ വിപിനൻ, രഘു നല്ലയിൽ, ഷീജ ജോൺസൺ, ഷീജ രാജു, സുധീർ പാടൂർ എന്നിവർ പ്രസംഗിച്ചു. മണലൂരിൽ സംയോജിത കൃഷിനടിയിൽ ഉത്സവം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം കാഞ്ഞാണി കനാൽ യൂണിറ്റിൻ്റെയും മണലൂർ സർവീസ് സഹകരണ ബാങ്ക് നമ്പർ 31ൻ്റെയും സംയുക്ത സഹകരണത്തോടെ 50 സെൻറ്റിൽ വിവിധ പച്ചക്കറികൾ നട്ടു. പച്ചമുളക്, തക്കാളി, വഴുതന, പയറ്, ചീര, വെള്ളരി, മത്തൻ, കുമ്പളം എന്നീ ഇനങ്ങളാണ് കൃഷി ഇറക്കിയത്. സംയോജിത കൃഷി മണലൂർ ഏരിയ ചെയർമാൻ CK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി VN സുർജിത്ത് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് PS പ്രസാദ്, MK സദാനന്ദൻ, KV ഡേവിസ്, CR രമേശ്, ഷേർലി റാഫി, MV ഭാസ്കരൻ, P ഗോവിന്ദൻകുട്ടി, CR ഗിരിജാവല്ലഭൻ എന്നിവർ സംസാരിച്ചു. വിഷുവിനെ വിളവെടുത്ത് സംയോജിത കൃഷി കൂട്ടായ്മയുടെ താൽക്കാലിക വിപണിയിൽ ഇവ വിറ്റഴിക്കും. പച്ചക്കറി തൈകൾ ആവശ്യമുള്ള മണലൂർ വില്ലേജ് പരിധിയിലുള്ളവർ മണലൂർ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് സൗജന്യമായി നടീൽ വസ്തുക്കൾ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ജപ്പാൻ കരാത്തെ ദോക്കെന്യൂറിയു അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഈ മാസം 4-ന് കോഴിക്കോട് നടന്ന ഇൻഡോ ശ്രീലങ്ക കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ തൃശ്ശൂർ ജില്ലയിലെ മികച്ച വിജയം നേടിയ കരാത്തെ വിദ്യാർത്ഥികളെ കഴിമ്പ്രം സ്കൂളിൽ ആദരിച്ചു. വാർഡ് മെമ്പർ ഷൈൻ നെടിയിരിപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത് അധ്യക്ഷനായി. കരാത്തെ അധ്യാപകനായ ഷിഹാൻ PD സുരേന്ദ്രൻ ആമുഖ പ്രസംഗം നടത്തി. ജീവകാരുണ്യ പ്രവർത്തകൻ MA സലീം, പ്രൊഫസർ സമീർ ഖാൻ, വിജിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പോലും, ഇപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് മാഷയുടെ ക്ലാസ്സിൽ വന്ന് ചേരുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും മറ്റ് അധ്യാപകരൊക്കെ ഉണ്ട്. പക്ഷേ മറ്റു പലരും ഈ ഗ്രേഡിംഗ് ഒക്കെ വളരെ പെട്ടെന്ന് നടത്തി ഒരു സാമ്പത്തികമായിട്ടുള്ളൊരു ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു മാർഷൽ ആർട്സ്, കരാത്തെ എന്ന് പറയുന്ന ആ ഒരു മാർഷൽ ആർട്സിനോട് ഉള്ളൊരു കമ്മിറ്റ്മെൻറ്റ്, ആ ഒരു സമർപ്പണം, അത് എന്താ പറയുക, തൻ്റെ വിദ്യാർത്ഥികൾ പേരിന് വേണ്ടി ഒരു കരാത്തേക്കാരല്ല, നേരെ മറിച്ച് ആ ഒരു ആർട്സ്, ആ ഒരു മാർഷൽ ആർട്സ് പെർഫോം ചെയ്യുന്നവരായിരിക്കണം എന്നൊരു നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് സുരേന്ദ്ര മാഷ്. അപ്പോൾ എനിക്ക് മറ്റു പല മേഖലകളും എന്നതുപോലെ തന്നെ കരാത്തേയും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. നമ്മളൊരു ബ്രൗൺ ബെൽറ്റ് വരെയൊക്കെ പോയുള്ളൂ. ഒരു 2 ടെസ്റ്റും കൂടെ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ ബ്ലാക്ക് ബെൽറ്റ് എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മൾ ഒരു പ്രായത്തിൽ നമ്മൾ തലതെറിച്ച് ചിന്തിക്കുമല്ലോ. ഗോവയിൽ നടന്ന ദേശീയ മാസ്റ്റേഴ്സ് കായികമേളയിൽ കേരളത്തിന് വേണ്ടി 200 മീറ്റർ റേസിലും 400 മീറ്റർ റേസിലും 100x4, 400x4 റിലേയിലുമായി ബിൻസി മോഹൻ 4 സ്വർണ്ണ മെഡലുകൾ നേടി. BSNL തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാങ്കടവ് ക്ലസ്റ്ററിൽ JTO BBM ആണ്. 2025 തായ്പേയിൽ നടക്കാനിരിക്കുന്ന ഇൻ്റർനാഷണൽ മാസ്റ്റേഴ്സ് കായികമേളയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ബിൻസി മോഹൻ മത്സരിക്കും. നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ കണ്ണൻ മാഷുടെ കീഴിലാണ് ബിൻസി പരിശീലനം നടത്തിയത്. തിരക്കേറിയ വാടനപ്പള്ളി ജംഗ്ഷനും ഗണേശമംഗലത്തിനും മധ്യേ മരണവളവിൽ ബസ് യാത്രികർക്കായി സ്റ്റോപ്പ് വേണമെന്ന ജനകീയ ആവശ്യം ഉയരുന്നു. CFCI, CI തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലേക്കും പ്രായമുള്ള സ്ത്രീകൾ ആശ്രയിക്കുന്ന ഇസാഫ് പോലുള്ള ബാങ്കുകളിലേക്കുമുള്ള യാത്രികർക്ക് ഉപകാരപ്രദവുമായിരിക്കും ഇവിടെയൊരു ബസ് സ്റ്റോപ്പ്. ഇപ്പോൾ ഏതാനും ബസ്സുകൾ ഇവിടെ നിർത്തി യാത്രികർക്ക് സൗകര്യം ചെയ്തു നൽകുന്നുണ്ട്. ഇതുകൂടാതെയാണ് ഇപ്പോൾ ഇവിടെ ഒരു സ്ഥിരം സ്റ്റോപ്പ് എന്ന ആവശ്യം ഉയർന്നു വന്നിരിക്കുന്നത്.
ഈ വാടാനപ്പള്ളി സെൻറ്ററിനും ഗണേശമംഗലത്തിനും ഇടയ്ക്ക് നിരവധി സ്ഥാപനങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഞാനീ നിൽക്കണത്. അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കാരണം വൃദ്ധജനങ്ങൾക്കൊക്കെ പെൻഷൻ മേടിക്കാനുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. കൂടാതെ മറ്റേ പോസ്റ്റ് ഓഫീസ്, അങ്ങനെ നാനാവിധ സ്ഥാപനങ്ങളും നിലകൊള്ളുന്ന ഈ സ്ഥലത്ത് ഒരു ബസ് സ്റ്റോപ്പ് അനുവദിക്കുകയാണെങ്കിൽ ബസ്സുകാർക്കും അതിലുപരി ജനങ്ങൾക്കും സൗകര്യപ്രദമാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. പെരുങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രത്തിൽ പ്രതിവാര സംഗീത നൃത്ത പരിപാടികൾ നടന്നു. ഞായറാഴ്ച രാവിലെ ദക്ഷിണാമൂർത്തി സംഗീത മണ്ഡപത്തിൽ സൃഷ്ടി ദേശാക്ഷി, സിദ്ധാന്ദ്ര ചൊക്കലിംഗം, ബാംഗ്ലൂർ എന്നിവർ അവതരിപ്പിച്ച കുച്ചിപ്പിടി, വിഷ്ണു ശിവദാസ് ശർമ്മ, ആർദ്ര സത്യൻ, ജയലക്ഷ്മി ജയൻ, ഹരിത ടി കെ എന്നിവർ അവതരിപ്പിച്ച ഭരതനാട്യാർപ്പണം എന്നിവ അരങ്ങേറി. ജാതിമതഭേദമന്യേ എല്ലാ കലാകാരന്മാർക്കും ദക്ഷിണാമൂർത്തി മണ്ഡപവേദിയിൽ എല്ലാ ഞായറാഴ്ചകളിലും സൗജന്യമായി കലാപരിപാടികൾ അവതരിപ്പിക്കുവാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ദേവസ്ഥാനം PRO ഹരിദാസ് അറിയിച്ചു. ഇടവേള. അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് കരുതി, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു, മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം.
കേരളത്തിലെവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 4ാം റാങ്ക് നേടിയ KL അനുവിനെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി അനുമോദിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 4ാം റാങ്ക് നേടിയ KL അനുവിനെ TN പ്രതാപൻ MP അനുമോദിച്ചു. തളിക്കുളം ബ്ലോക്ക് ഓഫീസിന് മുൻവശം താമസിക്കുന്ന അനുവിൻ്റെ വീട്ടിൽ എത്തിയാണ് TN പ്രതാപൻ MP റോസപ്പൂ നൽകിയും ഷോളണീച്ചും മെമൻറ്റോ നൽകിയും അനുമോദിച്ചത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AN സിദ്ധ് പ്രസാദ്, P വിനു, KV സുകുമാരൻ, PC മണികണ്ഠൻ, MP വൈഭവ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ധന്യ ബൈജു, സ്നിജ ഉല്ലാസ്, പത്മിനി ഗംഗാധരൻ, സുമേഷ് കിഴക്കൂട്ട്, അനിൽകുമാർ കുന്നത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. കുറുപ്പൻ ലക്ഷ്മണൻ മികച്ച ICDS സൂപ്പർവൈസർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ റിട്ടയർഡ് ICDS സൂപ്പർവൈസർ പ്രേമ PV എന്നിവരുടെ മകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള തളിക്കുളത്തെ CCSIT കോളേജിലെ വിദ്യാർത്ഥി കൂടിയാണ് അനു KL. വളരെ സാധാരണ ജീവിത ചുറ്റുപാടിലുള്ള അനു 8ാം ക്ലാസ് മുതൽ തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോളാണ്. അനിൽ പുളിക്കൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ നാട്ടിക MLA ആയിരിക്കുമ്പോഴാണ് തളിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു സ്ഥാപനം കൊണ്ടുവന്നത്. അവിടെ നിന്നാണ് അനു ഇപ്പോൾ 4ാം റാങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4ാം റാങ്ക് നേടിയിരിക്കുന്നത്. 2 മതിരാണ്. ഒന്ന് സ്വന്തം 8 മുതൽ പഠിച്ച സ്കൂളിൽ നിന്നും അവിടെ തന്നെയുള്ള MCA സെൻറ്ററിൽ നിന്ന് 4ാം റാങ്ക് കിട്ടിയിരിക്കുകയാണ്. എനിക്കും അതിനൊരു മധുരം. ഞാൻ പഠിച്ച സ്കൂള് ഞാൻ തന്നെ MLA ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥാപനം. അപ്പോൾ നമ്മുടെ ഒരു മകൾക്ക് കിട്ടിയതിനേക്കാൾ ആഹ്ലാദമുണ്ട് അനുവിന് 4ാം റാങ്ക് കിട്ടിയപ്പോൾ. തൃശൂർ ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ അതീവ ഗുരുതരമായ രക്തക്ഷാമം പരിഹരിക്കുന്നതിനായി പുത്തൻപീടികയിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും BDK തൃശ്ശൂരിൻ്റെയും നാട്ടിക SN കോളേജിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തൃശൂർ ജനറൽ ആശുപത്രി ബ്ലഡ് ബാങ്കിലെ അതീവ ഗുരുതരമായ രക്തക്ഷാമം പരിഹരിക്കാനായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമുക്ക് പുറത്തിറങ്ങിയാൽ അവർക്കിടയിലൂടെ നടന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വന്തം വേദനകളേക്കാൾ വലുതാണ് അപരൻ്റെ വേദന എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യരാകുന്നത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മനുഷ്യരാകുന്നത്. ഈ നമ്മൾ ഖുറാനിലൊക്കെ പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഈ സക്കാത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിലൊക്കെ പറയും ദാനം എന്ന് പറയുന്ന കാര്യം, അത് പണം കൊണ്ട് മാത്രമല്ല. സത്യത്തിൽ നമുക്കൊരാളുടെ അടുത്ത് ഒരു സമയം ചെലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും സക്കാത്താണ്. നമുക്ക് അവർക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരോട് നന്നായി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം സക്കാത്തിൽ പെടുന്ന കാര്യമാണ്. വാർഡ് മെമ്പർ മിനി ആൻഡോ അധ്യക്ഷത വഹിച്ചു. UBA കോർഡിനേറ്റർ AS പ്രിയങ്ക, BDK തൃശൂർ കോർഡിനേറ്റർ P അജിതൻ, കാരുണ്യ വെൽഫെയർ സെക്രട്ടറി മുരുകൻ അന്തിക്കാട്, പ്രസിഡന്റ് ഡോക്ടർ പാപ്പച്ചൻ ആന്റണി എന്നിവർ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റായിരുന്ന T നസറുദ്ദീൻ സാഹിബിനെ സ്മൃതി ദിനത്തിൽ വാടനപ്പള്ളി മർച്ചന്റ് അസോസിയേഷൻ അനുസ്മരിച്ചു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ചാരുത ആമുഖ പ്രഭാഷണം നടത്തി. അസോസിയേഷൻ പ്രസിഡന്റ് VR അരുണൻ നസറുദ്ദീൻ സാഹിബിനെ അനുസ്മരിച്ചു. സാഹിബിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം VS സുഗതൻ, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണമൂർത്തി, ധന്യ, ട്രഷറർ അബ്ദുൽ ജബ്ബാർ അറക്കൽ, സൊസൈറ്റി ട്രഷറർ മേരി ലോനപ്പൻ,
യൂത്ത് വിംഗ് പ്രസിഡന്റ് ജോസഫ് പള്ളിക്കുന്നത്ത്, സൊസൈറ്റി സെക്രട്ടറി സലീം ബ്രീസ് എന്നിവർ സംസാരിച്ചു. നേരത്തെ പുഷ്പാർച്ചനയും നടത്തി. വലപ്പാട് ITDCയിൽ ഇൻസൈറ്റ്മെൻറ്റ് പ്രോഗ്രാം നടത്തി. CBSE ബോർഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തിയ ഇൻസൈറ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ സൈക്കോളജിസ്റ്റും ന്യൂറോ സൈക്കോളജിക്കൽ ട്രെയിനറുമായ ലവൻ ഇസ്കാക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. ITDC സെൻറ്റർ ഹെഡ് AG പ്രവീൺ അധ്യക്ഷത വഹിച്ചു. IDRT തൃശൂർ ഹൈപ്പോതെറാപ്പിസ്റ്റ് ടീം അംഗങ്ങളായ ജയപ്രകാശ് ചെറുതുരുത്തി, പുഷ്പലത പെരിങ്ങോട്, സിഗീഷ് പുന്നമ്പറമ്പ് തുടങ്ങിയവർ ക്ലാസുകളെടുത്തു. C ജോസഫ്, ഐഷ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഈ ഒരു കണക്ഷനും ഈ കൊളാബറേറ്റഡ് വർക്കിനും ഇന്ന് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുട്ടികളെ കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം JP സാറിനും സിഗീഷ് സാറിനും പ്രവീൺ സാറിനെയും അറിയിക്കുന്നു. കുട്ടികളോട് സംവദിക്കുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. കാരണം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതോറും ഞാൻ നിങ്ങളുടെ പ്രായത്തിലേക്ക് വരും. ഈ ടീച്ചേഴ്സ് പലരും യങ് ആയിട്ടിരിക്കാൻ കാരണം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പോലുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള യങ് കുട്ടികളായിട്ടാണ്. കവാബാത്ത യാസുനാരിയുടെ സഹശൈനം എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതിൽ പറയുന്ന മെയിൻ പോയിന്റ് ഇത് തന്നെയാണ്. നമ്മൾ ഏത് കൂട്ടരുമായിട്ട് ഒത്തുനിൽക്കുന്നോ അവരുമായി താതാത്മ്യം പ്രാപിക്കും. തളിക്കുളത്ത് മിയ കൺവെൻഷൻ സെൻറ്ററിന് സമീപത്തെ പറമ്പിൽ ഉണങ്ങിയ കാടിനെ തീപിടിച്ചു. ഞായറാഴ്ച വൈകുന്നേരം 4:30 സംഭവം. തീ പടരുന്നത് കണ്ട മിയ കൺവെൻഷൻ സെൻറ്ററിലെ ജോലിക്കാർ ചേർന്ന് ഫയർ ആൻഡ് റെസ്ക്യൂ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് തീയണച്ചത്. ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. കൂടുതൽ സ്ഥലത്തേക്ക് പടരാതിരിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടു. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. ജോലിക്കാർ കണ്ടില്ലായിരുന്നുവെങ്കിൽ തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പടരുമായിരുന്നുവെന്ന് മിയ MD രജി ബിലാൽ പറഞ്ഞു. വലപ്പാട് ബീച്ച് അരയമ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം ആഘോഷിച്ചു. രാവിലെ നിർമ്മാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം, ഉഷപൂജ, കലശാഭിഷേകം, ശിവേലി എഴുന്നള്ളിപ്പ്, പറയെടുപ്പ്, ഉച്ചപൂജ, ശ്രീഭൂതബലി, ഉച്ചയ്ക്ക് പ്രസാദഊട്ട്. വൈകിട്ട് ജിജു അരയമ്പറമ്പിലിൻ്റെ വസതിയിൽ നിന്നും മറ്റു വിവിധ സ്ഥലങ്ങളിൽ നിന്നും എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. തുടർന്ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, നിർമ്മാല, ദീപാരാധന, വർണ്ണമഴ, വെടിക്കെട്ട്, രാത്രി തായമ്പക, തുടർന്ന് ഹൃദയാഷലിൻ്റെ നേതൃത്വത്തിലുള്ള ചിന്തുപാട്ട്, അത്താഴപൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ശാന്തി മുരളി സഹകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് MM പ്രേംഭൂഷൺ, സെക്രട്ടറി AB രാജീവ്, മാനേജർ AS രഘുനാഥൻ, രക്ഷാധികാരികളായ AV അനൂപ്, ഗിരിജ ശങ്കർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നാട്ടിക കുയിലമ്പറമ്പിൽ വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിൽ കളമെഴുത്ത് പാട്ടുത്സവം വെള്ളി ശനി ദിവസങ്ങളായി ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ മുതൽ ഗണപതി ഹോമം, ഗുരുമുത്തപ്പനെ രൂപക്കളം, ഗുരുതി തർപ്പണം എന്നിവ നടന്നു.
ശനിയാഴ്ച മുത്തിയമ്മ മുത്തപ്പൻ, വീരഭദ്രൻ എന്നിവർക്ക് കളമ്പാട്ട് നടന്നു. ഉച്ചയ്ക്ക് പ്രസാദകൂട്ട് നടന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, തുടർന്ന് വിഷ്ണുമായ സ്വാമിയുടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, രൂപക്കളം എന്നിവ നടന്നു. കളമ്പാട്ടിനും പഞ്ചാരിമേളത്തിനും പുല്ലൂർ സജു ചന്ദ്രൻ നേതൃത്വം നൽകി. ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം അധിപതി KV രാമകൃഷ്ണൻ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കായിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മഹിളാ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ സായാഹ്ന ധർണ. കോഴിക്കോട് സർവകലാശാലയിൽ നിന്ന് BSc ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 4ാം റാങ്ക് നേടിയ നാട്ടിക സ്വദേശിനി അനുവിനെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആദരം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.